യോഗയെ 8 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അവ 1 യമ, 2 നിയമ, 3 ആസനം, 4 പ്രാണായാമം, 5 പ്രത്യാഗരം, 6 ധാരണ, 7 ധ്യാനം, 8 സമാധി. ഇയമത്തിന്റെ ഉപവിഭാഗങ്ങൾ അഹിംസയും സത്യവും പ്രധാന സവിശേഷതകളായ പുണ്യമാണ് ഇയമ. ഇത് 10 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അവ 1 അഹിംസ, 2 സത്യം, 3 ആസ്തേയ, 4 ബ്രഹ്മചര്യം, 5 ക്ഷമൈ, 6 ധൃതി, 7 ദയായി, 8 ആർജവം, 9 മിഥ്യകാരകം, 10 സൗസം. ഇയമയുടെ ആദ്യ വിഭാഗം അഹിംസ. സാധകൻ ആദ്യം സദാചാരത്തിന്റെ 10 അവയവങ്ങൾ പരിശീലിക്കണം. സദാചാരത്തിന്റെ ആദ്യ അവയവം അഹിംസയാണ്. അതിനാൽ യോഗയുടെ അടിസ്ഥാനം അഹിംസയാണ്. ഇതിനർത്ഥം ആരും ഒരു ജീവിയെയും ഒരു തരത്തിലും ഉപദ്രവിക്കരുത് എന്നാണ്. എല്ലാവരും അവരവരുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ടതിനാൽ ദോഷകരമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി ഈ ചക്രത്തിന് വിധേയനാകേണ്ടിവരും. അപ്പോൾ അവന്റെ മനസ്സ് യോഗയിൽ സ്ഥിരപ്പെടില്ല. അത് ദേവന്മാരായാലും ത്രിമൂർത്തികളായാലും എല്ലാവരും അവരവരുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കണം. മഹാനായ മുനി മാണ്ഡവ്യൻ ഒരു ക്ഷേത്രത്തിലിരുന്നു കണ്ണുകൾ അടച്ച് നിശബ്ദനായി. അപ്പോൾ ആ ഗ്രാമത്തിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിച്ച ചില കള്ളന്മാർ അതുവഴി കടന്നു പോകുകയായിരുന്നു. ആ തങ്ങളുടെ കുലദേവതയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരൊരു മുത്തുമാല അവന്റെ കഴുത്തിലിട്ടു. അത് പിള്ളയാരുടെ കഴുത്തിൽ വീണില്ല, മറിച്ച് സമീപത്ത് കിടന്നിരുന്ന മാണ്ഡവ്യന്റെ കഴുത്തിൽ വീണു. ഗാഠനിദ്രയിൽ മുഴുകിയിരുന്നതിനാൽ കഴുത്തിൽ മുത്തുമാല വീണത് അയാൾ ശ്രദ്ധിച്ചില്ല. അല്പസമയത്തിനുള്ളിൽ ആ ഗ്രാമത്തിലെ പോലീസുകാർ കള്ളന്മാരെ അന്വേഷിച്ചു പുറപ്പെട്ടു. അവർ ഗ്രാമം മുഴുവൻ ചുറ്റി നടന്നു. കള്ളന്മാർക്ക് മോഷ്ടിച്ച സ്വത്തൊന്നും കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഗ്രാമത്തിനു പുറത്തുള്ള കാട്ടിൽ തിരച്ചിൽ നടത്താൻ പുറപ്പെട്ടു. പിള്ളയാർ ക്ഷേത്രത്തിൽ മാണ്ഡവ്യരുടെ കഴുത്തിൽ മാല കണ്ടെത്തി. മാണ്ഡവ്യനെ ഒരു ദുഷ്ടകള്ളനായി കണക്കാക്കി അവർ അവനെ പുറകിൽ കെട്ടി രാജാവിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. രാജാവേ, കള്ളന്മാരുടെ നേതാവിനെ ഞങ്ങൾ പിടികൂടി. ഞങ്ങൾ അവനെ കൈയോടെ പിടികൂടി. ഞങ്ങൾ അവനെ ശിക്ഷിക്കണം എന്നു പറഞ്ഞു. രാജാവ് മാണ്ഡവ്യനോട് ചോദിച്ചു, കള്ളൻ ഭക്ഷണം കഴിച്ച സ്ഥലം ഇതാണോ? സാധാരണ മയക്കത്തിലായിരുന്ന മാണ്ഡവ്യൻ മറുപടി പറഞ്ഞില്ല. നിശബ്ദനല്ലാതെ എങ്ങനെയിരിക്കും? മനസ്സലഞ്ഞു തിരിയുന്നു. പോലീസ് ഉടനെ പറഞ്ഞു, രാജാവേ, ഇതൊരു മോശം കള്ളനാണ്. മൗനം പാലിച്ചുകൊണ്ട് അവനൊരു വലിയ ജ്ഞാനിയായി അഭിനയിക്കുകയാണ്. രാജാവ് ചെളിയിൽ കൈവച്ച് അവനെ ആണിയിൽ തറയ്ക്കാൻ ഉത്തരവിട്ടു. രൂപത്തിലും സ്വഭാവത്തിലും അവൻ വലിയവനാണോ? സംശയിച്ച് അവിടെ ഒളിച്ചിരിക്കാനും നിരീക്ഷിക്കാനും അവരോട് പറയാനും ചാരന്മാരെ അയച്ചു. പോലീസുകാർ ഉടൻ തന്നെ മഹർഷിയെ അറസ്റ്റ് ചെയ്തുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ത്രിമൂർത്തിയും അവിടെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, സ്വാമി, ആലോചിച്ചു നോക്കിയാൽ ഈ രാജാവും അവന്റെ നഗരവും നശിപ്പിക്കപ്പെടും. എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്? അവർ ചോദിച്ചു. മാണ്ഡവ്യൻ മറുപടി പറഞ്ഞു, ഞാനെന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഈച്ചകളെ പിടിച്ചും അവയുടെ തൂവലുകൾ ശേഖരിച്ചും അവയുടെ ശരീരത്തിൽ ഒരു ഇരുമ്പു ദണ്ട് കയറ്റിയും ഞാൻ കളിച്ചു. അതുകൊണ്ട് ഈ ജന്മത്തിൽ എന്റെ കൈയിൽ ഒരു ഇരുമ്പു ദണ്ട് തിരുകാൻ എനിക്ക് വിധിയുണ്ടായി. ഇത് കേട്ടുകൊണ്ടിരുന്ന ചാരന്മാർ രാജാവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനോട് പറഞ്ഞു. അവൻ അടിച്ച ആണി പറിച്ചെടുത്ത് അവന്റെ കാൽക്കൽ വീണു ക്ഷമയാചിച്ചുവെന്ന് പറയപ്പെടുന്നു. അതിനാൽ നിങ്ങൾ മറ്റുള്ളവരോട് അക്രമം ചെയ്താൽ ആ അക്രമം നിങ്ങളിലേക്ക് മടങ്ങി നിങ്ങളെ കണ്ടെത്തുമെന്നതാണ് സൃഷ്ടിനിയമം. അതിനാൽ അയാൾക്ക് ഉപദ്രവം സംഭവിച്ചാൽ യോഗ കഷ്ടപ്പെടും. അതിനാൽ യോഗ പരിശീലിക്കുന്നയാൾ ഒരു ജീവിയെയും ഉപദ്രവിക്കരുത്. കൂടാതെ ഈ അഹിംസ പരിശീലിക്കുന്നതിലൂടെ ഉപദ്രവത്തിന്റെ സ്വഭാവമുള്ള എല്ലാ ജീവജാലങ്ങളും അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുക്കളായി മാറുന്നു. ശ്രീരാമദാസിനെ കാണാൻ കാട്ടിലേക്ക് പോയപ്പോൾ സിംഹങ്ങൾ, കടുവകൾ, കരടികൾ, മറ്റെല്ലാ മൃഗങ്ങളും 4 വശങ്ങളിലും കാളക്കുട്ടികളെപ്പോലെ തന്റെ ചുറ്റും കിടക്കുന്നത് അദ്ദേഹം കണ്ടുവെന്ന് പറയപ്പെടുന്നു. വാസ്തവത്തിൽ നമുക്കുള്ള ഗുണങ്ങളാണ് മറ്റെല്ലാ ജീവജാലങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തിൽ കാണപ്പെടുന്നത്. നമ്മൾ മോശമാണെങ്കിൽ മറ്റുള്ളവർ നമുക്ക് ദോഷകരമായിരിക്കും. നമ്മൾ നല്ലവരാണെങ്കിൽ മറ്റുള്ളവർ നമുക്ക് നല്ലവരായിരിക്കും. നമ്മൾ എന്തായാലും ലോകം ഒന്നുതന്നെയാണ്. കാരണം നമ്മളാണ് ലോകം. ആരെങ്കിലും നമ്മളെ അടിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പുറകിലടിക്കും. നമ്മൾ കൈകൾ കാണിച്ചുകൊണ്ടിരുന്നാൽ കുറച്ചു കഴിയുമ്പോൾ അവന്റെ മനസ്സ് മൃദുവാകും. അവൻ നമ്മോട് കരുണ കാണിക്കുകയും നന്മ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും എന്നത് അഹിംസയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചില ആളുകളുടെ മതമാണ്. ആരെയും ഉപദ്രവിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇവിടെ ധർമ്മത്തിന്റെ ആദ്യ ഭാഗമായ ഈ അഹിംസ തത്വം യോഗ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ ആദിത്യ വ്യവസ്ഥയായി പറഞ്ഞിട്ടുണ്ടെന്ന് നാം ഓർമ്മിക്കണം.
ഇനി നമുക്ക് അഹിംസയുടെ ഈ തത്വം പരിശോധിക്കാം. അല്പം സ്നേഹിക്കുക. ഒരു വ്യക്തി എന്ന നിലയിലായാലും ആളുകളുടെ ഒരു സമൂഹമെന്ന നിലയിലായാലും നമുക്ക് ലോകത്തെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യരാശിയുടെ ലക്ഷ്യം മറ്റാളുകളുമായും മറ്റു സമൂഹങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുക, ഐക്യത്തോടെ ജീവിക്കുക, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, പരസ്പരം സ്നേഹിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ തത്വം ന്യായമായി പാലിച്ചാൽ ലോകത്ത് തിന്മയുണ്ടാകില്ല, സംഘർഷങ്ങളുണ്ടാകില്ല. നമുക്ക് ലോകത്തെ സ്നേഹത്തോടെ സ്വീകരിക്കാനും ആനന്ദം അനുഭവിക്കാനും കഴിയും. സ്നേഹവും ശിവനുമാണ് മരിക്കുന്നത്, സ്നേഹമാണ് മരിക്കുന്നത്. സ്നേഹത്തിന്റെ രൂപത്തിൽ വന്ന മഹാനായ ബുദ്ധന്മാർ, ക്രിസ്തുക്കൾ മുതലായവർ അവരുടെ ഓരോ തുള്ളി രക്തത്തിലും സ്നേഹം തിളച്ചുമറിഞ്ഞുകയും അലറുകയും ചെയ്തു. ഈ സ്നേഹത്തിന്റെ ഉറവിടമായി ലോകം സമാധാനത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും ജനിച്ചു. എന്നാൽ ആ അക്രമാസക്തമായ അവസ്ഥ മഹാനായ സച്ചിദാനന്ദ സ്വരൂപിണി ബാമ മായാദേവിയുടെ കഴിവിനാൽ നശിപ്പിക്കപ്പെട്ടു. അവർ ജ്ഞാനികൾക്ക് പോലും അജ്ഞാതരാണ്. അന്നുമുതൽ അതെപ്പോഴാണെന്ന് ആർക്കും അറിയില്ല. ലോകം ഇന്നുവരെ ഇങ്ങനെയാണ്. പലപ്പോഴും ബുദ്ധനെപ്പോലുള്ള മഹാന്മാർ ലോകത്ത് പ്രത്യക്ഷപ്പെടുകയും ലോകത്തെ പരിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിടിച്ചിരിക്കുന്നിടത്തോളം കാലം നിലനിൽക്കുകയും വിട്ടില്ലെങ്കിൽ വളയുകയും ചെയ്യുന്ന ഒരു നായയുടെ വാലുപോലെയാണ് ഈ ലോകം. ആ മഹാന്മാർ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം അത് പരിഷ്കരിച്ചതായി തോന്നുന്നു. പക്ഷേ ആ സന്യാസിമാർ അപ്രത്യക്ഷമായ ഉടൻ തന്നെ അത് വീണ്ടും വളയുന്നു. ആരെങ്കിലും നിങ്ങളുടെ വലതു കവിളിൽ അടിച്ചാൽ മറ്റേ കവിളും തിരിച്ചിടുക. അത് പഠിപ്പിച്ച യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെന്ന് അവകാശപ്പെടുന്ന യൂറോപ്യന്മാർക്കും അമേരിക്കക്കാർക്കും സ്വന്തം അനുഭവത്തിൽ ആ പഠിപ്പിക്കൽ പിന്തുടരാൻ കഴിഞ്ഞില്ല. സ്വന്തം ജീവനേക്കാൾ ഒരു കുഞ്ഞാടിന്റെ ജീവനെ വിലമതിച്ച് അവനെ സ്നേഹിച്ച മഹാനായ ബുദ്ധന്റെ ശിഷ്യന്മാരായ ചൈനക്കാരും ജാപ്പനീസും ആയുധങ്ങൾ തയ്യാറാക്കുന്നതിലും സൈന്യങ്ങളെ വളർത്തുന്നതിലും നിന്ന് പിന്മാറിയില്ല. അതിനാൽ സ്നേഹം ലോകത്ത് നിലനിൽക്കുമെന്നും അഹിംസയുടെ തത്വം ലോകത്തെന്നേക്കുമായി വ്യാപിക്കുമെന്നും പറയേണ്ടതില്ല. എന്നിരുന്നാലും ചിലർ നമ്മുടെ പുരാണങ്ങളിലെ പ്രഹ്ലാദന്റെ കഥയും വിശ്വാമിത്രന്റെ സുഹൃത്തായ വസിഷ്ഠനും കൗശികും തമ്മിലുള്ള പോരാട്ടവും ഈ തത്വത്തിന്റെ പരാമർശങ്ങളായി ഉദ്ധരിക്കുന്നു. പിതാവിന്റെ ഉപദേശങ്ങൾ കേൾക്കാൻ വിസമ്മതിച്ച പ്രഹ്ലാദൻ തന്റെ പിതാവിനെ സ്നേഹിച്ചുവെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കൂടാതെ പ്രഹ്ലാദന്റെ ക്ഷമയൊരു നരസിംഹ വിഗ്രഹത്തിന്റെ സൃഷ്ടിയിലേക്ക് നയിച്ചു. നരസിംഹ വിഗ്രഹം വിജയിച്ചു, പക്ഷേ അഹിംസയുടെ തത്വം വിജയിക്കാൻ കഴിഞ്ഞില്ല. വസിഷ്ഠന്റെയും വിശ്വാമിത്രന്റെയും ചരിത്രം എടുക്കുകയാണെങ്കിൽ, വിശ്വാമിത്രൻ കാമധേനുവിനെ വശീകരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അമ്പുകളാൽ എയ്തപ്പോൾ വസിഷ്ഠൻ ഓടിപ്പോയി വിശ്വാമിത്രനെ കെട്ടിപ്പിടിച്ചു. പക്ഷേ അവന്റെ പ്രണയം തകർത്തില്ല. അതിനാൽ സ്നേഹത്തിലൂടെയും അഹിംസയിലൂടെയും ലോകത്ത് വിജയം കൈവരിക്കാൻ കഴിയില്ല എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. ഈ ലോകം വിപരീത ഗുണങ്ങളായ സമാന വെറുപ്പ്, സ്നേഹം, ശത്രു, നന്മ, തിന്മ എന്നിവയുടെ മിശ്രിതമാണ്. വിപരീത ഗുണങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം നിലനിൽക്കില്ലായിരുന്നു. അതിനാൽ ലൗകിക ജീവിതത്തിലുള്ളവർക്ക്, ഗൃഹങ്ങൾക്ക് അഹിംസ ആവശ്യമാണോ? അല്ലയോ? അത് പ്രത്യേകം പരിഗണിക്കേണ്ട വിഷയമാണ്. യോഗ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായും അഹിംസയുടെ തത്വം പാലിക്കണം എന്നിവിടെ പറയുന്നു. യോഗ പരിശീലിക്കുന്നവർ എപ്പോഴും മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ആനന്ദാവസ്ഥയിലായിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ? അക്രമത്തിന് സാധ്യതയുള്ളവർക്ക് ആനന്ദാവസ്ഥയിലായിരിക്കുക അസാധ്യമാണ്. അതിനാൽ അഹിംസ വളരെ അത്യാവശ്യമാണ്. യമത്തിന്റെ രണ്ടാം ഭാഗം സത്യം. ഇത് യമത്തിന്റെ രണ്ടാം ഭാഗമാണ്. കണ്ണുകൊണ്ട് കാണുന്നതും ചെവികൊണ്ട് കേൾക്കുന്നതും സത്യമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും ആശയക്കുഴപ്പത്തിലാകുന്നത്. രണ്ടാം ഭാഗം സത്യം എന്ന് പരാമർശിക്കുന്നതിനു മുമ്പ് അഹിംസയെ ആദ്യ ഭാഗമായി പരാമർശിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് ആദ്യ ഭാഗത്തിന്, അഹിംസയുടെ തത്വത്തിന് എതിരാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? അഹിംസയുടെ തത്വം ഉപേക്ഷിക്കണോ അതോ സത്യം ഉപേക്ഷിക്കണോ? ഒരു സാധു ഒരു വൃക്ഷധിയാണ്. അവനൊരു മരത്തിലിരുന്നു ദൈവത്തെ ധ്യാനിക്കുന്നു. ഒരു ഭൂതം ഉച്ചത്തിൽ അലറിക്കൊണ്ട് പ്രപഞ്ചം മുഴുവൻ നടുങ്ങുന്ന തരത്തിൽ അലറി വിളിച്ചുകൊണ്ട് അവനെ കൊന്നു തിന്നാൻ വരുന്നു. അവൻ കണ്ണുകൾ തുറക്കുന്നു, ഭയത്താൽ വിറയ്ക്കുന്നു, വളരെ വേഗത്തിൽ ഓടുന്നു. ഒരു വീട്ടിൽ കയറി മുറ്റത്തിലൂടെ മതിൽ കയറി ഓടുന്നു. ഭൂതം അവനെ പിന്തുടർന്ന് വീട്ടുടമസ്ഥനോട് ചോദിക്കുന്നു, ഇപ്പോൾ ഓടിപ്പോയവൻ എവിടെ? സന്യാസി കാട്ടിലൂടെ ഓടിപ്പോയെന്ന് വീട്ടുടമസ്ഥൻ അറിയാം. സത്യം പറഞ്ഞാൽ പിശാച് സന്യാസിയെ പിന്തുടർന്ന് കൊന്ന് വീട്ടിലേക്ക് മടങ്ങും. അതിനാൽ ഗൃഹനാഥൻ അസുരനോട് ഒരു കള്ളം പറഞ്ഞു. സന്യാസി പോയ യഥാർത്ഥ പാത കാണിക്കുന്നതിനു പകരം മറ്റൊരു തെറ്റായ പാത കാണിച്ചുകൊടുത്ത് അവനെ പറഞ്ഞയച്ചു. ഇനി ഗൃഹനാഥൻ പറഞ്ഞത് സത്യമാണോ തെറ്റാണോ? ഒരു സന്യാസിക്ക് സംഭവിക്കാവുന്ന അക്രമത്തെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തടഞ്ഞതിനാൽ സാധാരണക്കാർ അത് വ്യാജമായി കണക്കാക്കുന്നുണ്ടെങ്കിലും അത് സത്യമാണ്.
ചില ആളുകൾക്ക് അക്രമം ചെയ്യുന്നതോ അക്രമം ഇല്ലാതാക്കുന്നതോ തെറ്റാണെന്ന അഭിപ്രായമുണ്ട്. അക്രമം ഇല്ലാതാക്കുന്നതെന്തും സത്യമാണ്. അതിനാൽ അക്രമത്തോടൊപ്പമുള്ളത് തെറ്റാണ്. ധർമ്മത്തെ കൊല്ലുന്നത് തെറ്റാണ്. ധർമ്മം സംരക്ഷിക്കപ്പെടുന്നു എന്നത് സത്യമാണ്. മഹാഭാരത യുദ്ധത്തിൽ ധർമ്മപുത്രനായ ദ്രോണാചാര്യർ പറഞ്ഞു, അശ്വത്ഥാമ ഹട. അശ്വത്ഥാമ കൊല്ലപ്പെട്ടു. സത്യമാണോ? തെറ്റാണോ? അശ്വത്ഥാമ എന്ന ആന കൊല്ലപ്പെട്ടു. അശ്വത്ഥാമൻ കൊല്ലപ്പെട്ടു എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നത് കേട്ടപ്പോൾ ആന കൊല്ലപ്പെട്ടു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദ്രോണരുടെ മകനായ അശ്വത്ഥാമൻ മരിച്ചുവെന്ന് ഞാൻ പറഞ്ഞാൽ ദ്രോണർ തന്റെ മകന്റെ ദുഃഖത്തിൽ തളർന്നുപോകില്ല, അവനെ താഴെ ഇറക്കും. അപ്പോൾ എനിക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയും. ശ്രീകൃഷ്ണൻ എന്നോടത് പറയാൻ പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ നമ്മെ കള്ളം പറയാൻ പഠിപ്പിച്ചോ? സാധാരണക്കാർക്ക് ആ പ്രസ്താവന തെറ്റാണെന്ന് തോന്നിയാലും ധർമ്മത്തിന്റെ മഹത്തായ യുദ്ധത്തിൽ ധർമ്മം വിജയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നതിനാൽ അത് സത്യമാണ് എന്നാണ് പല ബഹുമാന്യരുടെയും അഭിപ്രായം. ആദ്യം അഹിംസയെ പരാമർശിക്കുകയും പിന്നീട് സത്യം പറയുകയും ചെയ്യുന്നതിനാൽ സത്യം പരാമർശിക്കപ്പെടുന്നു എന്നതിൽ സംശയമില്ല. അത് അഹിംസയുടെ തത്വത്തിന് ഒട്ടും വിരുദ്ധമല്ല. യമത്തിന്റെ 3-ാം ശാഖ ആസ്തേയ, അതായത് മറ്റുള്ളവരുടെ സ്വത്ത് മോഹിക്കരുത്. മറ്റുള്ളവരുടെ സ്വത്ത് മോഹിക്കുന്നതിനുള്ള കാരണം ആഗ്രഹമാണ്. യോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ ആഗ്രഹത്തിൽ നിന്ന് മുക്തനാകണം. ആഗ്രഹം നഷ്ടപ്പെട്ടാൽ അഹങ്കാരം ഉടലെടുക്കുന്നു, മനസ്സ് കീഴടക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ആഗ്രഹമില്ലെങ്കിൽ ഒരു ദൈവമുണ്ടോ? ശ്രീ തയ്യൂമാനവർ പറഞ്ഞു. അതിനാൽ മറ്റുള്ളവരുടെ സമ്പത്ത് മോഹിക്കുന്നത് എപ്പോഴും ഒഴിവാക്കണം. ലോകത്ത് ആഗ്രഹങ്ങളില്ലാത്ത ഒരാൾക്ക് ഭൂമിയിലെവിടെയോ കുഴിച്ചിട്ടിരിക്കുന്ന എല്ലാ നിധികളും ദൃശ്യമാണെന്നു മാത്രമല്ല, ഒരാളുടെ കൈവശവുമുണ്ട്. ധർമ്മത്തിന്റെ 4-ാമത്തെ വിഭാഗം ബ്രഹ്മചര്യം, അതായത് മനസ്സ്, വാക്ക്, സത്യം എന്നീ 3-ലുമുള്ള ശുദ്ധി ബ്രഹ്മചര്യം, കർമ്മയോഗം എന്നീ വിഭാഗത്തിൽ വേണ്ടത്ര വിശദീകരിച്ചിട്ടുണ്ട്. സ്വപ്നങ്ങളിൽ പോലും ശരീരത്തിൽ നിന്ന് ശുക്ലം പുറത്തു വരാതിരിക്കാൻ ഒരാൾ വളരെ ശ്രദ്ധിക്കണം. ശരീരം ശുദ്ധമായി സൂക്ഷിക്കണം. വാണിജ്യവാദം ശരീരത്തിന്റെ ശക്തിയെ നശിപ്പിക്കുകയും മാനസിക ശക്തികളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈറ്റ തന്നെ പ്രകാശപൂരിതമാകുന്നു എന്ന ചൊല്ലറിയുകയും അതിനെ ശ്രദ്ധാപൂർവം സംരക്ഷിക്കുകയും വേണം. യമത്തിന്റെ 5-ാമത്തെ ശാഖ ക്ഷമയി, അതായത് ക്ഷമ. ഒരാൾക്ക് കൂടുതൽ ക്ഷമയുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ ശക്തിയുണ്ടെന്ന് അറിയാൻ കഴിയും. ദുർബലന് ക്ഷമയുണ്ടാകില്ല. ശക്തനായ ഒരാൾ ദുർബലനെ അടിക്കുകയും ദുർബലൻ ഉത്തരം നൽകുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അത് ക്ഷമയല്ല. തിരിച്ചടിക്കാൻ ശക്തിയില്ലാത്തതിനാൽ അയാൾ ഭയപ്പെടുകയും ശാന്തനാകുകയും ചെയ്യുന്നു. എന്നാൽ അവന്റെ മനസ്സിൽ കോപം തിളച്ചുമറിയുന്നു. ഒരു ദുർബലൻ ശക്തനെ അടിക്കുകയും ശക്തൻ ഉത്തരം നൽകുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ ഇതിനെ ക്ഷമ എന്ന് വിളിക്കുന്നു. കാരണം അവൻ ഭയം കാരണം അലസനല്ല. തിരിച്ചടിക്കാൻ വിചാരിച്ചാൽ അയാൾ ഒരു നിമിഷം കൊണ്ട് ദുർബലനെ കൊല്ലുമായിരുന്നു. എന്നാൽ ഔദാര്യം നിമിത്തം അവൻ നിഷ്ക്രിയനായി തുടരുന്നു. അവന്റെ മനസ്സിൽ കോപമില്ല. അതിനാൽ യഥാർത്ഥ ക്ഷമ സ്വർഗ്ഗത്തിലാണ് കാണപ്പെടുന്നത്. മാത്രമല്ല, ക്ഷമ ഒരു വ്യക്തിക്ക് കൂടുതൽ ശക്തി നൽകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പുറത്തുനിന്നുള്ള പ്രഹരങ്ങൾക്ക് വഴങ്ങുന്നതിനു പകരം പ്രതികരണമായി ഉപയോഗിക്കേണ്ടിയിരുന്ന മാനസിക ഊർജം കൂടുതൽ ശക്തമാകുന്നു. അതിനാൽ ഒരു യോഗി ക്ഷമയുള്ളവനായിരിക്കണം. യമത്തിന്റെ 6-ാമത്തെ ശാഖ ത്രിതി, അതായത് സ്ഥിരോത്സാഹം. ഒരു നല്ല പ്രവൃത്തി 4000 പൗണ്ട് വിലമതിക്കുന്നു എന്ന് പറയുന്നതുപോലെ ഏറ്റെടുക്കുന്ന ജോലിക്ക് എപ്പോഴും നിരവധി തടസ്സങ്ങളുണ്ടാകും. എന്നാൽ ഹിമോദ്ഗിരി പോലുള്ള ഒരു തടസ്സം മുന്നിൽ വന്ന് തടസ്സപ്പെടുത്തിയാലും യോഗസാധകൻ തന്റെ ലക്ഷ്യം ഉപേക്ഷിക്കാതിരിക്കുക, തന്റെ പരിശ്രമം ഉപേക്ഷിക്കാതിരിക്കുക, തളരാതെ മുന്നോട്ടു പോകുക എന്ന സ്വഭാവം ഉണ്ടായിരിക്കണം. യമത്തിന്റെ 7-ാമത്തെ ശാഖ ദയ. യോഗസാധകൻ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളോടും ദയയുള്ളവനായിരിക്കണം. ജീവജാലങ്ങളുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ അവന്റെ ഹൃദയം മഞ്ഞുപോലെയായിരിക്കണം. അതൊരുകുമ്പോൾ അവന്റെ ഹൃദയം മഞ്ഞുപോലെയായിരിക്കണം. അവൻ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ അതൊരുകുമ്പോൾ അത് മഞ്ഞുപോലെയായിരിക്കണം. അവന്റെ മനസ്സ് മെഴുകുപോലെ ഉരുകി ഉരുകുന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. കരുണയില്ലാത്ത ഒരാൾക്ക് മോക്ഷം നേടാൻ സന്യാസിയാകാൻ കഴിയില്ല. ഹൃദയത്തിൽ അഴുക്കുണ്ടാകണമെങ്കിൽ ആ ഹൃദയശരീരം കരുണയാൽ നിറഞ്ഞിരിക്കണം. മാത്രമല്ല, ഒരു യോഗി ഒരു സാധാരണ മനുഷ്യനേക്കാൾ 1000 മടങ്ങ് വലിയവനല്ലേ? അതിനാൽ ആയിരക്കണക്കിനാളുകളെ വ്യാപിപ്പിക്കാൻ കഴിവുള്ള ഒരാൾക്കു മാത്രമേ യോഗിയാകാൻ കഴിയൂ. എത്ര കഷ്ടപ്പെട്ടാലും എത്ര കാലം കഷ്ടപ്പെട്ടാലും കഷ്ടപ്പെടുന്ന ജീവികളെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവനാണ് യോഗി. ഇരു കൈകളും നീട്ടി എല്ലാ ജീവജാലങ്ങളെയും ആലിംഗനം ചെയ്ത് സന്തോഷിക്കുന്നവന് യോഗ പരിശീലിക്കാം. ഹൃദയത്തെ വികസിപ്പിക്കുകയും വലുതാക്കുകയും
തന്നെപ്പോലെയുള്ള ആളുകളുടെ മുഴുവൻ ലോകത്തിനും അതിലിടം നൽകുകയും ചെയ്യുന്നവന് യോഗ പരിശീലിക്കാം. ദയയില്ലാതെ ഹൃദയം ഒരു കല്ല് പോലെ കഠിനമാണ്. കഠിന ഹൃദയത്തിനൊരിക്കലും മൂർച്ചയുള്ളതാകാൻ കഴിയില്ല. അത് മൂർച്ചയുള്ളതാണെങ്കിൽ അത് കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അത് കേന്ദ്രീകരിക്കപ്പെടുന്നില്ലെങ്കിൽ യോഗ പരിശീലിക്കാൻ കഴിയില്ല. അതിനാൽ ദയ ഹൃദയത്തിന്റെ കാഠിന്യത്തെ ഉരുകുകയും മൃദുവാക്കുകയും മൂർച്ച കൂട്ടുകയും ചെയ്യുന്നു. അതിനാൽ ഒരു യോഗാഭ്യാസിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ് ദയ. ധർമ്മത്തിന്റെ 8ാമത്തെ ശാഖ അർജവം എല്ലാം, അതായത് സദ്ഗുണം. സദ്ഗുണമില്ലാത്ത ഒരാൾ ലൗകിക ജീവിതത്തിൽ അധപ്പതിക്കുകയും ചെയ്താൽ പിന്നെ എന്തിനാണ് യോഗാഭ്യാസത്തെക്കുറിച്ച് ചോദിക്കേണ്ടത്? മുതിർന്നവരോടുള്ള ബഹുമാനം, സ്ത്രീകളെ സ്വന്തം അമ്മമാരായോ സഹോദരിമാരായോ പരിഗണിക്കുക, എപ്പോഴും ദയയും സൗമ്യതയും പുലർത്തുക, എല്ലാവരോടും ദയയോടെ സംസാരിക്കുക, ഇവയെല്ലാം അർജവം എന്ന് വിളിക്കപ്പെടുന്നു. ധർമ്മത്തിന്റെ 9ാമത്തെ ശാഖ അമിത ഭക്ഷണം. യോഗ പരിശീലിക്കുന്ന ഒരാൾ ഭക്ഷണകാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം. അയാൾ ഒരു ആർത്തിക്കാരനായിരിക്കരുത്. ഒരാർത്തിയുള്ളവനെപ്പോലെ കാണുന്നതെല്ലാം തിന്നും കാണുമ്പോഴെല്ലാം ഛർദ്ദിച്ചും സമയം ചെലവഴിക്കരുത്. ശ്രീകൃഷ്ണൻ ശ്രീ ഭഗവത്ഗീതയിൽ ഇത് വളരെ നന്നായി ഊന്നിപ്പറയുന്നു. എന്നാൽ ഉപവാസത്തിന്റെ പേരിൽ ഒരാൾ സ്വയം പട്ടിണി കിടക്കരുത്. ആമാശയത്തിലെ ദഹനാവയവങ്ങൾക്ക് സാധാരണ ജോലി നൽകരുത്. പകരം അവയ്ക്ക് അമിത ജോലി നൽകരുത്. അവയ്ക്കൊരു ജോലിയും നൽകരുത്. ഒരാൾ അമിതമായി ഭക്ഷണം കഴിച്ചാൽ ആമാശയത്തിലെ ദഹനാവയവങ്ങൾ കഠിനമായി പ്രവർത്തിക്കാൻ തുടങ്ങുകയും മനസ്സിനെ അവയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. മനസ്സ് ആ ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ മാത്രമേ ആ അധിക ഭക്ഷണം ദഹിക്കാൻ കഴിയൂ. അതിനാൽ ഒരാൾ അമിതമായി ഭക്ഷണം കഴിക്കുകയും മനസ്സിനെ അത് ദഹിപ്പിക്കാൻ വിടാതിരിക്കുകയും ചെയ്താൽ മനസ്സിനെങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും? അതിനാൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നിയമങ്ങൾ പാലിക്കുന്നതിനു പുറമേ ഒരാൾ മിതമായി ഭക്ഷണം കഴിക്കണം. അധികമോ കുറവോ ആകരുത്. ആമാശയം 4ൽ 2 ഭാഗവും 1 ഭാഗം വെള്ളവും കൊണ്ട് നിറയ്ക്കണം. ബാക്കിയുള്ള ഭാഗം വായുസഞ്ചാരത്തിനായി വിടണം. യാമത്തിന്റെ 10ാം ഭാഗം സൗസം, അതായത് ശുദ്ധി. യോഗ പരിശീലിക്കുന്നയാൾ മനസ്സ്, വാക്ക്, ശരീരം എന്നീ 3 കാര്യങ്ങളും വൃത്തിയായി സൂക്ഷിക്കണം. മനസ്സിൽ ഒരു ജീവിയോടും ശത്രുതയോ വിദ്വേഷമോ ഉണ്ടാകരുത്. ക്ഷമയും കോപവും പൂർണ്ണമായും ഇല്ലാതാക്കണം. ഒരു കണ്ണാടി പോലെ അഴുക്കും മാലിന്യങ്ങളും ഇല്ലാത്തവനായിരിക്കണം. പിന്നെ ഒരാൾ തന്റെ വാക്ക് വൃത്തിയായി സൂക്ഷിക്കണം. കള്ളം പറയുക, പരദൂഷണം പറയുക എന്നിവ ഉപയോഗശൂന്യമാണ്. അച്ഛൻ നഷ്ടപ്പെട്ടു, മകൻ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, സൃഷ്ടിക്കപ്പെട്ട സമ്പത്ത്, അത് നമ്മുടെ കുളമാണെന്ന് കരുതുന്ന വിധി അപ്രത്യക്ഷമായാലും ലേഖനം അപ്രത്യക്ഷമാകില്ല. സത്യത്തെ സംരക്ഷിക്കുന്നവനാണ് യോഗാഭ്യാസത്തിന് യോഗ്യനെന്ന് പറഞ്ഞ അരിചന്ദ്രനെപ്പോലെ സത്യം തന്നെയാണ് ശരിയായ പാതയിലേക്കുള്ള വഴികാട്ടി. സത്യം മാത്രം ജയിക്കുന്നു. ഇതിൽ സംശയമില്ല. സത്യത്തിന്റെ പാത പിന്തുടരുന്നവർ തീർച്ചയായും നിത്യാനന്ദം നേടുമെന്ന് ഉറപ്പാണ്. സംസാര ശബ്ദമില്ലാത്തവർ വേദങ്ങളാൽ ബന്ധിതരല്ല. കാരണം വേദങ്ങൾ സംസാര ശബ്ദത്താൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു. സരസ്വതി സംസാരത്തിൽ വസിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. എല്ലാ കലകളുടെയും മാതാവായ സരസ്വതി ദേവിയുടെ ഇരിപ്പിടമായ ശുദ്ധമായ വാക്ക് ആവശ്യമില്ലെന്ന് ഒരു വിഡ്ഢി പോലും പറയാൻ ധൈര്യപ്പെടില്ല. നാവ് ശുദ്ധമാണെങ്കിൽ അതിൽ നിന്നും ജ്ഞാനം മാത്രമേ പുറപ്പെടുകയുള്ളൂ. അതിനാൽ യോഗ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്റെ വാക്ക് ശുദ്ധമായി സൂക്ഷിക്കണം. തുടർന്ന് ശരീരം ശുദ്ധമാക്കണം. ശരീരം ഇടയ്ക്കിടെ കുളിച്ച് ശുദ്ധീകരിക്കണം. ശരീരത്തിൽ അഴുക്ക്, വിസർജ്യം, അഴുക്ക് മുതലായവ കണ്ടെത്തിയാൽ ഉടൻ തന്നെ നല്ല വെള്ളത്തിൽ കുളിച്ച് ആ മാലിന്യം നീക്കം ചെയ്യണം. അശുദ്ധനായ ഒരാൾ എപ്പോഴും അശുദ്ധനാണ്. അശുദ്ധനായ ഒരാൾക്ക് ശുദ്ധമായ സത്സത് ചൈതന്യവാസ്തു കൈവരിക്കാൻ കഴിയുമോ? നിങ്ങൾ എപ്പോൾ പരിശീലനത്തിനായി ഇരിക്കുമ്പോഴും ഇരിക്കുന്നതിനു മുമ്പ് തീർച്ചയായും കുളിക്കണം. എപ്പോഴും ശുദ്ധിയുള്ള ഒരു നദിയിലെ വെള്ളത്തിൽ കുളിക്കുന്നതാണ് നല്ലത്. നിരന്തരം ഒഴുകുന്ന കിണറുകളിൽ കുളിക്കുന്നത് മിതമായി കണക്കാക്കപ്പെടുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ശുപാർശ ചെയ്യുന്നില്ല. മത്സ്യങ്ങളും മറ്റു ജലജീവികളും കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം നല്ലതാണ്. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്കല്പം സുഖമില്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാം. ചൂടല്ലാത്തതിനാൽ ഒരിക്കലും തണുത്ത വെള്ളം ചൂടുവെള്ളത്തിൽ കലർത്തരുത്. ചൂടുവെള്ളം വളരെ ചൂടല്ലെങ്കിൽ അത് തണുപ്പിക്കാൻ അനുവദിക്കുകയും തുടർന്ന് അതിൽ കുളിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. അസുഖം കാരണം നിങ്ങൾ കിടപ്പിലാണെങ്കിൽ നിങ്ങളുടെ മുഖം, കൈകൾ, കാലുകൾ എന്നിവ മാത്രം നന്നായി കഴുകുകയും യോഗ പരിശീലിക്കുകയും വേണം. അതിരാവിലെ പ്രഭാതത്തിനു മുമ്പ് ബ്രഹ്മമുഹൂർത്തത്തിൽ സ്കാൻ ചെയ്യുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. സൂര്യോദയത്തിനു ശേഷം കുളിക്കുന്നത് മിതമാണ്. ഉച്ചയ്ക്ക് കുളിക്കുന്നത് ദോഷകരമാണ്. വൈകുന്നേരം കുളിക്കുന്നത് ദോഷകരമാണ്.
എന്നിരുന്നാലും ദിവസത്തിലെ 3 സമയത്തും രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം കുളിക്കുന്നത് നല്ലതായി കണക്കാക്കപ്പെടുന്നു. ശരീരം എത്രത്തോളം ശുദ്ധമാണോ അത്രത്തോളം ആരോഗ്യകരമായിരിക്കും. ശരീരം എത്രത്തോളം ആരോഗ്യകരമാണോ അത്രത്തോളം മനസ്സ് ആരോഗ്യകരവും ഉത്സാഹഭരിതവുമായിരിക്കും. മനസ്സ് ആരോഗ്യമുള്ളതാണെങ്കിൽ മാത്രമേ മനസ്സിന് ശാന്തമായിരിക്കാൻ കഴിയൂ. അതിനാൽ യോഗ പരിശീലിക്കുന്ന ഒരാൾ ശാന്തവും സംയമനം പാലിക്കേണ്ടതുമാണ്. യോഗിയുടെ രണ്ടാമത്തെ അവയവം ഉപദേശങ്ങൾ. ഇനി നമുക്ക് രണ്ടാമത്തെ അവയവമായ പ്രമാണങ്ങൾ പരിശോധിക്കാം. പ്രമാണങ്ങളെ 10 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അവർ 1. തപസ്, 2. ശംഖം, 3. അസതി, 4. ധനം, 4. ഈശ്വരപൂജ, 6. സന്യാസിമാരുടെ സംഘം, 7. വിനയം, 8. അറിവ്, 8. ഇന്ദ്രിയനിഗ്രഹം, 10. യജ്ഞം. നിയമത്തിന്റെ സെക്ഷൻ 1. തപസ്. വലിയ തീക്ഷ്ണതയോടെ കാലാവസ്ഥ, മഴ മുതലായവയെ പരിഗണിക്കാതെ, തടസ്സങ്ങളെ ഒരു ലക്ഷ്യമാക്കാതെ, സ്വന്തം ലക്ഷ്യത്തിൽ കണ്ണുവെച്ച് കർമ്മേന്ദ്രിയങ്ങൾ അവയുടെ പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് തടയുക എന്നതാണ് പലപ്പോഴും തപസ് എന്ന് വിളിക്കപ്പെടുന്നത്. കർമ്മേന്ദ്രിയങ്ങൾ അവയുടെ പ്രവൃത്തി ചെയ്യാത്തതിനാൽ അവയിലൂടെ പ്രകടിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന മനസ്സ് പ്രകടിപ്പിക്കപ്പെടുന്നതിനു പകരം ഉള്ളിലേക്ക് തിരിയുന്നു. ഇതുമൂലം ഒരു വ്യക്തിക്ക് സഹിഷ്ണുതയുടെ ശക്തി ലഭിക്കുന്നു. വെയിലത്ത് കിടന്നാലും മഴയിൽ നനഞ്ഞാലും അവന്റെ ശരീരത്തെ അത് ബാധിക്കില്ല. മനസ്സ് കഠിനമാകുന്നു. മായയെ കാണുന്ന വസ്തുക്കളെ കണ്ട് അയാൾ മടുക്കുന്നില്ല. ഹൃദയം ശുദ്ധമാവുകയും ഉരുകുകയും ചെയ്യുന്നു. അവൻ വളരെ വേഗത്തിൽ നിത്യനായ ദൈവത്തിലേക്ക് പോകുന്നു. ഈ തപസ്സില്ലാതെ യോഗ പരിശീലനം വിജയിക്കില്ല. നിയമത്തിന്റെ രണ്ടാം ഭാഗം സന്തോഷം. യോഗ പരിശീലിക്കുന്ന ഒരാൾ എപ്പോഴും സംതൃപ്തനായിരിക്കണം. അവന്റെ മനസ്സിൽ ഒരു കുറവുമുണ്ടാകരുത്. ഒരു കുറവുള്ള മനസ്സ് ദുഃഖത്താൽ വിഷമിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ആഗ്രഹം അടിച്ചമർത്തപ്പെടുമ്പോഴും നിരാശ ഉണ്ടാകുമ്പോഴും മാത്രമേ ഈ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. കാറ്റിനെ സ്വീകരിക്കാനുള്ള ആഗ്രഹം മനസ്സിന്റെ തല, ഹൃദയത്തിന്റെ തല. തമിഴ്നാട്ടിലെ സന്യാസി ശ്രീ തയ്യുമാനവർ പറഞ്ഞു, അതിനാൽ സന്തോഷമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആഗ്രഹങ്ങൾ ഇല്ലാതായി എന്നാണ്. ആഗ്രഹങ്ങളില്ലാത്ത സന്തോഷമുള്ള മനസ്സ് മാത്രമാണ് ഒന്നായിരിക്കുന്നത്. യോഗ അഭ്യസിക്കുന്നയാൾ എപ്പോഴും സന്തുഷ്ടനായിരിക്കണം. ലഭിച്ചതിൽ സംതൃപ്തനായ മനസ്സിനെ പൂർണ്ണ മനസ്സ് എന്ന് വിളിക്കുന്നു. പൂർണ്ണ മനസ്സിലാണ് സന്തോഷമുണ്ടാകുന്നത്. അതിനാൽ ലഭിച്ചതിൽ സംതൃപ്തനായ മനസ്സ് എപ്പോഴും സന്തുഷ്ടമായിരിക്കും. കുറവുള്ള മനസ്സുള്ള ഒരാൾ എപ്പോഴും ആ കുറവ് ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനാൽ അവന്റെ മനസ്സ് ഒരിക്കലും ഒന്നാകില്ല. അതിനാൽ യോഗ അഭ്യസിക്കുന്നയാൾ എപ്പോഴും പൂർണ്ണ മനസ്സായി തുടരണം. അതായത് അവൻ പൂർണ്ണമായും സംതൃപ്തനായിരിക്കണം. സന്തോഷം കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി. നിയമത്തിന്റെ ആർട്ടിക്കിൾ 3 അസ്തി. ദൈവം ഒന്നാണ്, ഒരു വ്യക്തിഗത സത്ത, ഒരു ശാശ്വത സത്യമുണ്ട് എന്ന വിശ്വാസമുണ്ടായിരിക്കണം. ഈ വിശ്വാസമില്ലാതെ മറ്റൊന്നിനും പ്രയോജനമില്ല. എല്ലാറ്റിന്റെയും എല്ലാ അസ്തിത്വത്തിന്റെയും അടിസ്ഥാനം ദൈവമാണ്. നിരീശ്വരവാദത്തെക്കുറിച്ച് സംസാരിക്കുകയും വെറുതെ ഇരിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല. ഞങ്ങൾ ചെറുതാണ്. നമ്മളെക്കാൾ വലിയൊരാളുണ്ട്. അവൻ യജമാനനാണ്. നമ്മൾ അടിമകളാണ്. എഴുത്തും പഠനവും എന്താണെന്ന് പോലും അറിയാത്ത ആളുകളിലും ഈ ചിന്തയുണ്ട്. ഈ നശ്വരവും അനശ്വരവുമായ കാര്യങ്ങളിൽ ഇവയ്ക്കെല്ലാം അടിസ്ഥാനമായി ഒരു നാശമില്ലാത്ത കാര്യമുണ്ട്. ഈ ചിന്തയില്ലാത്ത ആളുകളില്ല. ദുഃഖത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഈ ലോകത്ത് ആനന്ദത്തിന്റെ ഉറവിടമായ ഒരു സുഖമുണ്ട്. 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും ഇതറിയാം. ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ ഒരു ആനന്ദമുണ്ട്. മഹത്തായതിന് മഹത്തരം, അണുവിന് പരമാത്മാവ്, ഒരു സത്യമായ കാര്യം. ഇത് ആർക്കും അറിയാത്ത ഒരു രഹസ്യമല്ല. അതിനാൽ നമുക്ക് പരമാത്മാവിൽ നിത്യമായി അമർത്യനായ സർവ്വവ്യാപിയായ ആനന്ദത്തിന്റെ രൂപമായ യഥാർത്ഥ ലക്ഷ്യത്തിൽ വിശ്വാസമില്ലെങ്കിൽ യോഗാഭ്യാസത്തിന്റെ പ്രയോജനം എന്താണ്? നമ്മളെപ്പോലെയുള്ള ഒരേ ദുർബലവുമായ അവയവങ്ങളുള്ള നമ്മളെപ്പോലെയുള്ള വായുവിലെ ഒരു പൊടി പോലും താങ്ങാൻ കഴിയാത്ത മനുഷ്യർ അവനിൽ ആശ്രയിക്കുകയും നമ്മെ ഉപേക്ഷിക്കാതെ സംരക്ഷിക്കുകയും ചെയ്താൽ പരമേശ്വരനായ ജഗന്നാഥൻ നമ്മെ ഉപേക്ഷിക്കുമോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. അതിനാൽ ഈ ലളിതവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ദൈവവിശ്വാസമില്ലാതെ ഒരു സാധാരണ മനുഷ്യന് സമാധാനപരമായ ജീവിതം നയിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് യോഗിയെക്കുറിച്ച് നമ്മൾ ചോദിക്കേണ്ടത്? നിയമത്തിന്റെ സെക്ഷൻ 4 സമ്മാനം സ്വീകർത്താവിന് ഇല്ല എന്ന് പറയരുത്. നിങ്ങൾക്കുള്ളത് നൽകണം. ഈ ലോകത്ത് ഒന്നും നിങ്ങളുടേതല്ല. ജനനസമയത്ത് നിങ്ങൾക്കൊന്നും നൽകിയിട്ടില്ല. ജനിക്കുമ്പോൾ ഭൂമി തന്നെ ഒന്നും നൽകില്ല. നിങ്ങളുടെ മുൻകാല കർമ്മബലം കൊണ്ടോ നിങ്ങളുടെ ശക്തി കൊണ്ടോ നിങ്ങളുടെ അറിവ് കൊണ്ടോ നിങ്ങളുടെ ജ്ഞാനം കൊണ്ടോ ഇപ്പോൾ ചിലത് നിങ്ങൾ നേടിയിരിക്കാം. പക്ഷേ അവ നിങ്ങളുടേതല്ല.
ആരെങ്കിലും വന്ന് നിങ്ങളോട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയരുത്. പരമാത്മാവായ ഭഗവാൻ പരമാത്മാവ് കയ്യിൽ ഒരു കപാല വടിയുമായി അരിരാജിക്കുന്നു. അതിനാൽ ആരെങ്കിലും വന്ന് ഇല്ല എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൈവശമുള്ളത് നൽകുക. എന്നാൽ കട്ടിലിന്റെ 4 കോണുകളിലും ചാരി വരുന്നവനെ ദയനീയമായി നോക്കിക്കൊണ്ട് അഹങ്കരിക്കരുത്. ഓ, 84 ലക്ഷം ജന്മങ്ങളെ ഉറുമ്പ് ഉൾപ്പെടെ അളക്കുന്ന ഒരു ഭഗവാനുണ്ട്. എന്നിട്ടും ഓരോരുത്തരുടെയും കർമ്മശക്തി ഇപ്പോഴും അവനിൽ പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ സർവ്വവ്യാപിയായ കൃപയും കർമ്മശക്തിയുടെ ശക്തിയും സ്വീകരിക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുന്നില്ല. ആരെങ്കിലും വന്ന് നിങ്ങളോട് ഇല്ല എന്ന് ചോദിച്ചാലുടൻ എഴുന്നേറ്റ് നിന്ന് 2 കൈകളും കൂപ്പി വണങ്ങുക. കർത്താവേ, നിന്റെ സൗന്ദര്യവും രൂപവും എനിക്കറിയാം. ഇതാ, എന്റെ പൂർണ്ണ ഹൃദയത്തോടെ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നിനക്കില്ലാത്തത് എനിക്കെന്തിനാണ്? ഈ ഇഷ്ടം സ്വീകരിക്കുന്നവന്റെ കാൽക്കൽ നീ സമർപ്പിക്കും. മരണം പോലും സീതയെ കൊണ്ടുവരില്ലേ എന്ന് ചോദിക്കുന്നത് പാപമല്ലേ? ഇല്ല എന്ന വാക്ക് അത്യാഗ്രഹികൾക്കുള്ളതാണ്, അത് യോഗികൾക്കുള്ളതല്ല.